Hi, I'm Nitin. Welcome to On The Spot. As usual, എൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ദ പേഴ്സൺ വിത്ത് മീ ഹി കംസ് ഫ്രം എ വെരി സ്ട്രോങ് ഫിലിം ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം ആസ് എ ഡെബ്യൂ ആക്ടർ കഴിഞ്ഞ ആഴ്ച റിലീസായി. അതിങ്ങനെ വളരെ നല്ല റിയാക്ഷൻസോടെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ദ യങ് ആൻഡ് പവർഫുൾ ധ്യാൻ ശ്രീനിവാസൻ. ഹായ്, വെൽക്കം ടു ഓൺ ദ സ്പോട്ട്. അപ്പോൾ എങ്ങനെയാണ് തിര ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണോ? കുഴപ്പമില്ല, നമുക്ക് വളരെ പോസിറ്റീവ് റിവ്യൂസാണ്, റെസ്പോൺസാണ് കൂടുതലും. അപ്പോൾ അടിക്കുന്നു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണ് റെസ്പോൺസ്? ഹാപ്പിയാണ്, കുഴപ്പമില്ല, നന്നായിരുന്നു. അപ്പോൾ ഈ ഫിലിമിലേക്ക് എപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇതിലേക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സംഭവം ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം മുന്നേ തട്ടത്തിൻ മറയത് ചെയ്യുന്നതിന് മുന്നേ ചേട്ടൻ ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തിര എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കസിനുണ്ട്, പുള്ളിയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്, രാകേഷ്. അപ്പോൾ അവരൊരുമിച്ചൊരു പഠനം ചെയ്യാൻ അവർ മുന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഫെബ്രുവരി സമയത്ത് എന്ന് വെച്ചാൽ തട്ടത്തിൻ മരത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഒരു 2 മാസം മുന്നേ അപ്പോൾ അവരിങ്ങനെ പല പ്രോജക്റ്റും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തട്ടത്തിൻ മരത്തിന് ശേഷം ചെയ്യാൻ, അപ്പോൾ പുള്ളി എഴുതാനും ഏട്ടൻ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും എന്താ പറയണ്ട പല സ്റ്റോറീസും ഡിസ്കസ് ചെയ്ത് അപ്പോഴാണ് ഇത് തിരയുടെ ഒരു മെയിൻ സാധനം പുള്ളി കണ്ട പല പടങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതൊരു സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഏട്ടനെ ഇങ്ങനെ സംസാരിച്ചേട്ടൻ ഞാനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ സംസാരിച്ച് അന്ന് രാത്രി ഞങ്ങൾ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏട്ടൻ ചോദിക്കുകയുണ്ടായിരുന്നു, ഇത് നീ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ശോഭന മാമിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ലെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹീറോ സെൻട്രിക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഏട്ടൻ എൻ്റെ അടുത്ത് വളരെ ആക്സിഡൻ്റ് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, നീ ചെയ്യുമല്ലോ അല്ലേ. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ അറിഞ്ഞില്ല അതൊരു പ്രോജക്റ്റ് ആവുമായിരുന്നു. അപ്പം ഞാൻ പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും ഒരു തലയാട്ടിലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഞാൻ അന്ന് ആ ഒരു സീരിയസ്നെസ് ഞാൻ കാരണം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നൊരു പടം പുള്ളി നെക്സ്റ്റ് ഇയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വിട്ടു. അപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് തലയിങ്ങനെ ആട്ടി. അപ്പോൾ അത് ഇപ്പോൾ പടമായി ഷൂട്ട് ചെയ്തു. ഞാൻ വിസ്കോം ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് ഞാൻ വിസ്കോം എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീഷൻ്റെ അവസാനമായിരുന്നു ഞാനൊരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ വർഷം കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഷോർട്ട് ഫിലിം ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അഭിനയിക്കാൻ വേണ്ടി പലരെയും നോക്കി. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിം നമ്മൾ തന്നെ അഭിനയിച്ചാലോ എന്നൊരു ആലോചന വന്നപ്പോൾ ഞാൻ തന്നെ കയറി അഭിനയിച്ചു. അത് ചേട്ടൻ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അതെനിക്ക് വളരെ മോശമായി തോന്നിയിരുന്നു. ഞാൻ എൻ്റെ അഭിനയം ആയിക്കോട്ടെ എൻ്റെ ഒരു മൊത്തത്തിലൊരു ഞാൻ പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പുള്ളിനെ കാണിച്ചില്ല. ഇൻഫാക്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനം ഞാൻ പുള്ളിനെ കാണിച്ചത് പോലുമില്ല. അപ്പോൾ പക്ഷേ പുള്ളി അത് എങ്ങനെയൊക്കെയോ എന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വഴി പുള്ളി എങ്ങനെയോ കാണാനിടയുണ്ടായി. അപ്പോൾ അത് വെച്ചിട്ടാണ് പുള്ളി എന്നെ ഇതിൽ വിളിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അത് കണ്ടിട്ട് എന്നെ പുള്ളി വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല അത് കണ്ടിട്ട് വിളിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ പുള്ളി പറയുന്നത് വെച്ചാൽ അത് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പുള്ളി ഇപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 കസിൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഒരാൾ റൈറ്റർ മീൻസ് കസിൻ്റെ കൂടെയാണ് റൈറ്ററാണ്, ചേട്ടൻ ഡയറക്ടറാണ്. അപ്പോൾ ചേട്ടൻ ഡയറക്ടർ ആകുമ്പോൾ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടോ ഓൺ ദ സെറ്റ്? awkward, it's a pleasure, no? Like work ചെയ്യാൻ പറ്റിയ pleasure ആണ്. But still അയ്യോ ചേട്ടൻ ഡയറക്റ്റ് ചേട്ടൻ അനിയൻ ബന്ധം സെറ്റിലെത്തുമ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ സെറ്റിലെത്തുമ്പോഴും ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു സ്പേസ് ഇൻഡിവിജ്വൽ ലൈക്ക് ഒരു ഡയറക്ടറിൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും പുള്ളിയെ ആർട്ടിസ്റ്റായിട്ടേ കണ്ടിട്ടുള്ളൂ, പുള്ളി എന്നെ ആർട്ടിസ്റ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം എൻ്റെ പുള്ളി എന്നെ ആർട്ടിസ്റ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആർട്ടിസ്റ്റായിട്ട് കണ്ടെങ്കിലും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ ബ്രദേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ടും ആ രീതിയിൽ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാവും, ഞാൻ പറയുന്ന പുള്ളിക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് ഈസി. അപ്പോൾ ഒരു ഓക്വേർഡ് എന്നുള്ള ഫീലിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾക്കൊരു ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഫസ്റ്റ് ഫിലിം ലൈക്സ് ഇത് യൂഷ്വലി എന്താ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ടെൻഷനാണ്. ബട്ട് ഈ ഫിലിമിൻ്റെ ഒരു ക്യാൻവസ് ഇറ്റ്സ് ബിഗ് ക്യാൻവസ്, പുറത്താണ് ഷൂട്ട് ചെയ്തത്, ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. അത് ബൈബയാണ് പുറത്തത്തെ കാര്യങ്ങളും. ശോഭന മാം ഉണ്ട്. അപ്പോൾ ഈ ഭയങ്കര ടെൻസ് സിറ്റുവേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇല്ല, ഇൻഫാക്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു 1.5 ഇയേഴ്സ് മുന്നേ എനിക്കൊരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 1.5 ഇയേഴ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ജേർണി കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോഗ്രഷൻ നടക്കുമ്പോഴും ത്രൂ ഔട്ട് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റി. ഇൻഫാക്ട്
ഫസ്റ്റ് ഹാഫ് കഥ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫൊക്കെ എനിക്ക് അറിയാം, ഏട്ടൻ വായിച്ചു തന്നിട്ടില്ല. പക്ഷെ എനിക്ക് സീൻ ബൈ സീൻ അറിയാം. കാരണം വെച്ചാൽ ത്രൂ ഔട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്, ഇതിൻ്റെ ഡിസ്കഷൻ ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ കസിൻ ഇൻഫാക്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണിത് ഇതായി വരുന്നത് എന്നുള്ളൊരു എനിക്ക് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ സെറ്റിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന സെയിം ക്രൂ ആയിരുന്നു. യൂഷ്വലി ഏട്ടൻ എപ്പോഴും ഒരു റിഹേഴ്സൽ ക്യാമ്പ് വെക്കും. തട്ടൻ മറയത്തനായിക്കോട്ടെ അല്ലെങ്കിൽ മലർവാടിയിലായി ഒരു റിഹേഴ്സൽ ക്യാമ്പ്, ഒരു ആക്ടിങ് ക്യാമ്പ് വെക്കും. ഇപ്പോൾ നിവിൻ ചേട്ടനായിക്കോട്ടെ, അജു ചേട്ടനായിക്കോട്ടെ. അപ്പോൾ അവരൊക്കെ വന്ന് ആ ആക്ടിങ് ഒരു മാസത്തോളം വീട്ടിൽ താമസിച്ച് അവരൊരു ആക്ടിങ് സെഷനൊക്കെ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സംഭവം വർക്കൗട്ട് ആവില്ല. കാരണം എൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന ആളെന്ന് പറഞ്ഞാൽ ശോഭന മാം. അപ്പോൾ ശോഭന മാമിൻ്റെ കൂടെ മാമിന് ആക്ടിങ് റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മാമിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയാലും അവിടെ എത്തുമ്പോൾ അത് എൻ്റെ മുഖത്ത് വരണമെന്നില്ല. കാരണം എൻ്റെ കോസ്റ്റാർ എന്ന് പറഞ്ഞ ശോഭന മാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഒരു റിഹേഴ്സലും ഉണ്ടായിരുന്നില്ല. ആ റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിൽ റിഹേഴ്സൽ ചെയ്തതൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തതൊക്കെ എനിക്ക് ഇൻഫാക്ട് എന്താ പറയണ്ടത്, ഭയങ്കര എന്താ പറയണ്ടത്, ഒരു രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല അവിടെ എത്തുമ്പോൾ. അപ്പോൾ മാമിൻ്റെ മുന്നിലെത്തുമ്പോൾ അതൊക്കെ അവിടെ ബ്ലാങ്ക് ആകും. കാരണം അവരെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒന്നും വരില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ടെൻസ്ഡ് ആയിരുന്നു വെരി ഫസ്റ്റ് ഡേ. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്നുവെച്ചാൽ എനിക്കത് ഇൻഫാക്ട് റിയാക്ട് ചെയ്യണം. മാമിൻ്റെ സീനായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കോംപ്ലിമെന്റ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് പടം കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പടത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവുന്നതിന് വരില്ല. പടത്തിൻ്റെ സത്യം പറഞ്ഞാൽ ആ അർപ്പണയിലുള്ള ലാസ്റ്റ് സീൻ, ഞാനൊരു വൈറ്റ് ഷർട്ട് ഒരു ബ്ലൂ ജീൻ ഇട്ടിട്ട് ശോഭന മാമിൻ്റെ ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ലാസ്റ്റ് സിസ്റ്ററിന് ലാസ്റ്റ് അവൾ വരുന്ന ആ റെയിൽവേ സ്റ്റേഷൻ സീനിന് തൊട്ട് മുന്നേ ഉള്ളത്. അപ്പോൾ ആ സീനിൽ മാമിൻ്റെ സീനാണ്. ഇങ്ങനെ മാം പറയുന്നു, ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് ഷോട്ട് ആയതുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തു. കാരണം വെച്ചാൽ പടത്തിൽ ഏറ്റവും അവസാനം എന്നെ കണ്ട് അവസാനം എത്തുമ്പോഴേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ എൻ്റെ ഒരു മോശമായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവസാനം വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ എനിക്കപ്പോൾ മാമിനെ നോക്കി റിയാക്ട് ചെയ്താൽ മാത്രം. അപ്പോൾ റിയാക്ട് ചെയ്യാൻ പോലും എനിക്ക് ആ മുഖത്ത് നോക്കിയിട്ട് പറ്റുന്നില്ല. മാം ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ടേക്കൊന്നും നമ്മൾ അധികം പോയില്ല. പക്ഷേ കാരണം നമ്മൾ റിഹേഴ്സലിൽ പോയിരുന്നു. എന്ന് വെച്ചാൽ ഒരു 3 റിഹേഴ്സൽ 4 റിഹേഴ്സലിൽ പോയിട്ട് ടേക്ക് നമ്മൾ മാക്സിമം 1-2, അതിനപ്പുറം നമ്മൾ ആരായിക്കോട്ടെ. അപ്പോൾ ആ രീതിയിൽ അപ്പം മാമിൻ്റെ മുഖത്ത് നോക്കുക എന്നുള്ളൊരു ഫസ്റ്റ് ടെൻഷൻ, ആ ഒരു ഫസ്റ്റ് ഞാൻ ഒരു സൈഡിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം, ഫസ്റ്റ് മൂവി. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കൂടെ അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടെൻഷൻ, ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഇപ്പോൾ എന്താ പറയുക, മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു യു വോണ്ടഡ് ടു ആക്ട് സേ ലൈക്ക് ഫിലിംസിൽ വരണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചേട്ടൻ വിനീത് ശ്രീനിവാസൻ ഈസ് എ സിംഗർ, യങ് ഏജിൽ സ്പോട്ട് ലൈറ്റിലുണ്ടായി, സിംഗർ ആയിരുന്നു, ആക്ടർ ആയിരുന്നു, ഇപ്പോൾ ഡയറക്ടറാണ്. അപ്പോൾ ചേട്ടൻ ഇത് കാണുമ്പോൾ, ചേട്ടൻ്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ മേ ബി ഐ ഷുഡ് ഓൾസോ സംവെയർ ബി ഇൻ ദ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിമിലേക്ക് വരണം. അല്ല അങ്ങനെയല്ലെന്ന്. ഇപ്പോൾ സിനിമ എപ്പോഴും ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതലേ ഇപ്പോൾ അച്ഛൻ ജനിച്ചപ്പോൾ മുതലേ കാണുന്ന സിനിമ. അപ്പോൾ സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമയിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു, അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു, എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് എപ്പോഴും പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഏത് വഴി പോകണം. കാരണം അച്ഛൻ ഒരിക്കലും നമ്മളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള സിനിമയിലോട്ട് വരുത്താൻ വേണ്ടി മക്കളെ പിടിച്ചു വലിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഏട്ടനായിക്കോട്ടെ ബിടെക് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ സിനിമയിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ആ രീതിയിലൊരു സ്പേസ് അച്ഛൻ തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ആക്ടിങ് സ്കൂൾ എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ട ഒരു ടീച്ചിങ്ങിന് ഇവിടെ പറ്റിയ കോളേജസ് ആയിക്കോട്ടെ വളരെ ചുരുക്കം നല്ല സെന്റേഴ്സുകൾ. അപ്പോൾ ഇവിടെ പോയി പഠിക്കണം, ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേറ്റാണ്. അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ ആഗ്രഹമുള്ളതല്ല, അവർക്കൊക്കെ വീട്ടുകാർക്കൊക്കെ അറിയാം. കാരണം ഇൻഫാക്ട് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ആഗ്രഹമാണ് സിനിമയിൽ വരുന്നത്. അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പം ഞങ്ങള് ഡയറക്ടറാണ്. അപ്പോൾ അച്ഛൻ മോഹൻ, ഞാൻ പുള്ളിയോട് അസിസ്റ്റ് ചെയ്തിരുന്നു 916. അപ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും ഇൻസ്പയർ, ഞങ്ങളെല്ലാം അച്ഛനുള്ളതുകൊണ്ടാണ് ഞങ്ങളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അച്ഛൻ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ സിനിമകൾ കാണുന്നു. അപ്പോൾ ആ രീതിയിൽ ഫാമിലിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് സിനിമയിലോട്ട് വരണമെന്ന്. അപ്പം ഞാനും ആഗ്രഹിച്ചിരുന്നു, ആസ് എ കിഡ് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എപ്പോൾ വരണം, ഈ ഒരു ഏജിൽ വരണം, ഈ ഒരു അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ ടെക്നിക്കൽ സൈഡ് വരണം എന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ ആക്ടിങ് എന്ന് പറഞ്ഞത് എൻ്റെ ലാസ്റ്റ്
വെച്ചാൽ ഓപ്ഷന് പോലും ഇല്ലായിരുന്നു വെച്ചാൽ ആഗ്രഹിച്ചിരുന്നു ഡെഫിനറ്റ് ആയിട്ട് കാരണം ഉള്ളിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പക്ഷെ എനിക്ക് പറ്റുമോ കാരണം ഞാൻ അതിന് മുന്നേ ഒരു 9th സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റേജ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഒരു സ്റ്റേജോ ഒരു പെർഫോമൻസോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്റ്റേജിൽ വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടല്ലോ അപ്പോൾ ഡയറക്ഷൻ അല്ലെങ്കിൽ അത് ബിഹൈൻഡ് ദ ക്യാമറ അത് കുറച്ചുകൂടെ ഈസി എന്നല്ല കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്യണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്നിക്കൽ സൈഡ് പഠിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വിസ്കോം എടുക്കുന്നതും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ.